മൂന്ന് മല്ലന്മാരാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ തകർത്തെറിഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ പിണറായി വിറപ്പിച്ച മല്ലന്മാരിൽ പ്രമുഖൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ. എന്തുകൊണ്ട് ആദ്യം രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് ആദ്യം പറയാൻ വ്യക്തമായ കാരണമുണ്ട്. 0-ൽ നിന്ന് തുടങ്ങി ഭീമമായ വിജയത്തിൽ BJP എത്തിച്ച രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് കരുത്തനായ വിജയശില്പി. മധുരമായ വിജയം. ഒന്നുമില്ലാതിരുന്ന ഒരിടത്ത് കൈനിറയെ സീറ്റുകൾ നൽകി ആത്മവിശ്വാസം കൂട്ടി അദ്ദേഹത്തിന്റെ കരുത്താർന്ന നേതൃത്വത്തിന്റെ വിജയം തന്നെയാണ്. BJPയുടെ കരുത്തായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വം. രണ്ടാമത് പ്രതിപക്ഷ നേതാവായ VD സതീശൻ, മൂന്നാമത് സണ്ണി ജോസഫ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിവാദത്തിനിടയിലും കോൺഗ്രസ് ഇത്രയും മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിച്ചുവെങ്കിൽ അത് പ്രതിപക്ഷ നേതാവിന്റെയും സണ്ണി ജോസഫിന്റെയും എടുക്കാണ്. എല്ലാം ശരിയാവും എന്ന വാഗ്ദാനവുമായാണ് CPM അധികാരത്തിലെത്തിയത്. എന്നാൽ CPMന്റെ പാർട്ടി സംവിധാനം ഒഴികെ ഒന്നും ശരിയായില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ കുറിച്ചിരുന്നു. രാഷ്ട്രീയ ഇരട്ടകളാണ് CPMഉം കോൺഗ്രസും. പതിറ്റാണ്ടുകളായി ഇവർ കേരളത്തിന് സമ്മാനിച്ചത് അഴിമതിയും കെടുകാര്യസ്ഥതയും ക്രിമിനൽ അനാസ്ഥയും മാത്രമാണ് എന്നായിരുന്നു പ്രചരണ വേളയിൽ പലപ്പോഴും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയും SDPയും പോലുള്ള രാജ്യവിരുദ്ധ ശക്തികളുമായും അവർ ഉണ്ടാക്കിയ സഖ്യത്തെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പുകൾ നൽകി. ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടപ്പോൾ ദേവസ്വം ബോർഡുകൾ ദല്ലാൾമാരുടെ താവളങ്ങളായി അധപ്പതിച്ചു. CPMന്റെയും കോൺഗ്രസിന്റെയും ഭരണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. തകർന്ന റോഡുകളും മാലിന്യവും കുടിവെള്ളക്ഷാമവും ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ അവശേഷിക്കുമ്പോൾ ദുരിതവും പേറി ജീവിക്കുകയായിരുന്നു സാധാരണക്കാരായ മലയാളികൾ. കേരളത്തിലെല്ലാം യഥാർത്ഥത്തിൽ ശരിയാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് അതിനുള്ള അവസരമാണ് എന്നാണ് പ്രചരണ വേളയിൽ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിച്ചത്. യഥാർത്ഥ മാറ്റത്തിനായി വോട്ട് ചെയ്യൂ, വികസനത്തിനു വേണ്ടി വോട്ട് ചെയ്യൂ എന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ അനന്തപുരി സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ആ വാക്ക് പാലിക്കേണ്ടത് NDAയുടെ കർത്തവ്യം. ചരിത്രത്തിലാദ്യമാണ് തലസ്ഥാന കോർപ്പറേഷൻ NDAയുടെ കൈകളിലേക്ക് എത്തുന്നത്. മേയർ സ്ഥാനാർത്ഥികളായി NDA ഉയർത്തിക്കാട്ടിയവരാണ് VV രാജേഷ്, മുൻ DGP R ശ്രീലേഖ തുടങ്ങിയവർ. ഇവരെല്ലാം വിജയിച്ചു. LDF കോട്ടകൾ തച്ചുടച്ച് മികച്ച ഭൂരിപക്ഷത്തിലാണ് ഇവരുടെയൊക്കെ വിജയം. ഏറെക്കുറെ അരനൂറ്റാണ്ടോളം തുടർച്ചയായി കോർപ്പറേഷൻ ഭരണം കൈയാളിയിരുന്ന തിരഞ്ഞെടുപ്പ് ഫലം കനത്ത തിരിച്ചടിയായി. നഗരസഭ കൈപ്പിടിയിൽ ഒതുക്കാൻ വാർഡുകൾ വെട്ടിമുറിച്ചും കൂട്ടിച്ചേർത്തും വളഞ്ഞ വഴികൾ പലതും സംസ്ഥാന ഭരണത്തിന്റെ പിന്തുണയോടെ ചെയ്തു കൂട്ടി എങ്കിലും ജനവിധിയെ സ്വാധീനിക്കാൻ അതിനൊന്നും സാധിച്ചില്ല. മാറാത്തത് മാറും എന്ന NDAയുടെ മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ്. നിലവിലെ കോർപ്പറേഷൻ ഭരണത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് ഇടതുമുന്നണിയുടെ പരാജയത്തിന് കാരണം. പ്രായം കുറഞ്ഞ മേയർ എന്ന ലേബലിൽ ആര്യ രാജേന്ദ്രൻ അമ്പെ പരാജയമായിരുന്നു എന്നത് തുടക്കം മുതലേ വ്യക്തമായിരുന്നു. നിരവധി ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നു എങ്കിലും മേയറെ മാറ്റാൻ CPM തയ്യാറായില്ല. പാർട്ടിയിലെ ഉന്നതരോടുള്ള അടുപ്പമായിരുന്നു ഇതിന് കാരണമെന്ന് CPMലെ തന്നെ പലരും അന്ന് ചൂണ്ടിക്കാട്ടി. ഏറ്റവും ഒടുവിൽ KSRTC ഡ്രൈവറായ നന്ദുവിനെ തടഞ്ഞ കേസിൽ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മേയറെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. 5 വർഷം മേയറായി ഭരിച്ചു എങ്കിലും ആര്യ രാജേന്ദ്രൻ ഒരിടത്തു പോലും പ്രചാരണത്തിന് ഇറങ്ങിയില്ല. ജനങ്ങളുടെ എതിർപ്പ് ഒഴിവാക്കാൻ പാർട്ടി തന്നെ അവരെ മാറ്റി നിർത്തിയതാണ് എന്നായിരുന്നു അണിയറ സംസാരം. എന്നാൽ അതിനേക്കാൾ വലിയൊരു സ്ഥാനം ആര്യയ്ക്ക് ലഭിച്ചേക്കുമെന്ന സൂചനയും മന്ത്രിമാർ ഉൾപ്പെടെ നൽകിയിരുന്നു. സംസ്ഥാന കോർപ്പറേഷൻ ഭരണത്തോടുള്ള ജനങ്ങളുടെ മടുപ്പ് വോട്ടായി മാറി എന്ന് തന്നെ ഇടതു അനുകൂലികളും സമ്മതിക്കുന്നുണ്ട്. എടുത്തു കാണിക്കാൻ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ലാതെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ചു മാത്രമാണ് കോർപ്പറേഷനിൽ LDF പ്രചാരണം നടത്തിയത്. മറിച്ച് NDAയും UDFും കോർപ്പറേഷൻ ഭരണത്തിലെ അഴിമതികളും സ്വജനപക്ഷപാതവും ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രചാരണം നയിച്ചത്. ആറ്റുകാൽ പൊങ്കാലയിൽ പോലും അഴിമതി നടത്തിയെന്ന പ്രചാരണം ശരിക്കും തിരുവനന്തപുരത്തെ ജനങ്ങൾ ഉൾക്കൊണ്ടു എന്ന് വേണം കരുതാൻ. അത് വോട്ടായി പെട്ടിയിൽ വീഴുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് LDFന് മുകളിൽ വന്നു പതിച്ച മറ്റൊരു വിവാദമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ഇതും NDAയുടെ വിജയത്തിന് കാരണമായി. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന് സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവും ശക്തമായ പ്രചരണായുധമാക്കാൻ NDAക്ക് സാധിച്ചു. കടകംപള്ളിയുടെ മണ്ഡലമായ കഴക്കൂട്ടത്തെ ഏറെക്കുറെ മുഴുവൻ വാർഡുകളും NDA കൈക്കലാക്കി. തലസ്ഥാന കോർപ്പറേഷൻ പിടിക്കേണ്ടത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് അത്യാവശ്യമായിരുന്നു. അക്കാര്യത്തിൽ അദ്ദേഹം ജയിച്ചിരിക്കുകയാണ്. അനുഭവ പരിജ്ഞാനമില്ലാത്ത കെട്ടിയിറക്കപ്പെട്ടവൻ എന്ന ദുഷ്പേര് മാറ്റാൻ വിജയത്തിൽ കുറഞ്ഞതൊന്നും അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. RSSന്റെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ അത് എളുപ്പത്തിൽ നേടാനും അദ്ദേഹത്തിന് സാധിച്ചു. പാർട്ടിയുടെ അത്യുന്നതയിലുള്ള സഹകരണ ബാങ്കിന്റെ രക്ഷാധികാരിയും കോർപ്പറേഷൻ കൗൺസിലറുമായിരുന്ന തിരുമല അനിലിന്റെ ആത്മഹത്യ NDA കുഴക്കിയിരുന്നു. സീറ്റ് കിട്ടാതെ വന്നതിന്റെ വിഷമത്തിൽ യുവനേതാവ് ജീവനൊടുക്കിയതും തിരിച്ചടിയാകുമെന്ന ഭയമുണ്ടായിരുന്നു. എന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം സുന്ദരമായി നേരിടാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിന് ആയി. ഇതിനൊപ്പം BJP പ്രകടന പത്രികയിൽ ഉയർത്തിക്കാട്ടിയ കാര്യങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ. വികസിത തിരുവനന്തപുരം, മാറാത്തത് ഇനി മാറും എന്നതായിരുന്നു NDA ഉയർത്തിയ മുദ്രാവാക്യം. അതെ, മാറാത്തത് മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.